ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൽ കഴിയുന്നവർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് മരണാനന്തരം സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യവും ദൈവരാജ്യവും, സ്വർഗരാജ്യവും ദൈവരാജ്യവും, ദൈവരാജ്യവും സ്വർഗരാജ്യവും. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ ദൈവരാജ്യമാണ് തിരുസഭ. പ്രൈസ് ദി ലോർഡ്. അവിടെ രാജാധിരാജനായ ക്രിസ്തു നമ്മെ ഭരിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. രാജാധിരാജനായ ഈശോ നമ്മെ ഭരിക്കുന്നു. അവൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ, അവൻ്റെ നിയമത്തിൻ്റെ കീഴിൽ, അവൻ്റെ വചനത്തിൻ്റെ കീഴിൽ അവനിൽ പങ്കുപറ്റി ജീവിക്കുക. അതാണ് ഭൂമിയിലെ ദൈവരാജ്യം. അതാണ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സാർവത്രിക സഭ മുഴുവൻ തന്നെ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ കഴിയുകയാണ്. ദൈവരാജ്യത്തിലാണ്. അവിടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ 12 അപ്പസ്തോലന്മാരുടെ സാന്നിധ്യമുണ്ട്, അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്, അവിടെ വിശുദ്ധരുടെ സാന്നിധ്യമുണ്ട്, രക്തസാക്ഷികളുടെ സാന്നിധ്യമുണ്ട്. ഇതെല്ലാം നിറഞ്ഞ സംഭവമാണിത്. ഇതിലേക്ക് ഈ ദൈവരാജ്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന അംഗത്വം നേടുന്ന എങ്ങനെയാണ്? സഭയുടെ വിശ്വാസം അനുസരിച്ച് മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുമ്പോഴാണ് സഭയിലേക്ക് അംഗത്വം നേടുന്നത്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള യോഗ്യത നേടുന്നത്. അങ്ങനെ വിളിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ആ സഭയുടെ ഭൂമിയിലെ ദൈവരാജ്യത്തിലാണ് നമ്മൾ കഴിയുന്നത്. സിനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിൽ കഴിയുന്ന നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മെ വീണ്ടെടുത്ത, നമ്മെ രക്ഷിച്ചവനായ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിനത്തിൽ നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമുക്ക് ഭൂമിയിൽ അപ്പോൾ നമ്മുടെ രാജ്യത്തിലാണ്, നമ്മളൊരു രാജാവിൻ്റെ കീഴിലാണ്. നമ്മൾ ശരിക്കും ഒരു രാജഭരണത്തിൻ്റെ കീഴിലാണ്. ഇപ്പോഴും നമ്മളൊരു രാജഭരണത്തിൻ്റെ കീഴിലാണ്. നമുക്കൊരു രാജാവുണ്ട്, അത് ഉറപ്പാണ്. അതാണ് നമ്മുടെ മഹോന്നതനായ രാജാവായ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ് നമ്മുടെ വലിയ മഹാരാജാവ്. ആ രാജാവിൻ്റെ കീഴിലാണ് ലോകം മുഴുവൻ വ്യാപിച്ചു കഴിയുന്ന ക്രൈസ്തവ സഭ നിൽക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ രാജാവിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ രാജാവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നു, ആ രാജാവിനെ അനുസരിക്കുന്നു, രാജാവിനോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഈ പള്ളിക്കൂദാശ കാലത്തിൽ നമ്മൾ ക്രിസ്തുരാജൻ്റെ തിരുനാൾ സഭ ആചരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ രാജ്യത്വം നമ്മൾ ഏറ്റുപറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഒരു ഭരണത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സംവിധാനമായിട്ട് സഭ നിൽക്കുന്നത്. ഭൂമിയിലൊരു സംവിധാനമായിട്ടുണ്ട്. അപ്പോൾ ആ സംവിധാനമാകൊണ്ട് ഇതൊരു ഭരണമുണ്ട്. അവിടെ ദൈവരാജ്യത്തിൻ്റെ വചനം വെച്ചുകൊണ്ട് അതാണ് സഭ. അത് ഈശോ മിശിഹാ ചെയ്യുന്നത് അപ്പസ്തോലന്മാരിലൂടെയാണ് സഭാമക്കളെ നയിക്കുകയും പരിപാലിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ പോരാ പോരാ. ഉച്ചത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരോഹിതന് ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വലിയൊരു രാജാക്കന്മാരുടെ പോലത്തെ ഒരു വസ്ത്രമാണ് ഇടുന്നത്. രാജാക്കന്മാർ ധരിക്കുന്ന പോലത്തെ ഒരു വസ്ത്രമാണ് ഇടുന്നത്. എന്തുകൊണ്ടാണ് അത് ഇടാൻ കാരണം? അറിഞ്ഞിരിക്കണം. അതിന് കാരണം നമ്മൾ ഓർമ്മിക്കുന്നത് രാജാതിരാജനായ ക്രിസ്തുവിനെയാണ് നമ്മളോടെ കണ്ടുമുട്ടുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാജാവ് നമുക്ക് രാജ്യം നേടിത്തന്നത് ലൗകികമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചല്ല, തൻ്റെ കുരിശു മരണത്തിലൂടെ, സ്ലീവായിലൂടെ, തൻ്റെ കുരിശു മരണത്തിലൂടെയാണ് നമ്മെ മുഴുവൻ വീണ്ടെടുത്തത്. തൻ്റെ പീഡാസഹനം, കുരിശു മരണം, അതിലൂടെയാണ് നമ്മെ മുഴുവനും വീണ്ടെടുത്തു. പിശാചിൻ്റെ ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം ലോകം മുഴുവൻ തന്നെ പാപത്തിനും മരണത്തിനും സാത്താൻ്റെയും അടിമത്തത്തിലും ആധിപത്യത്തിലും കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം തൻ്റെ സ്വപുത്രനായ ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ച് അവൻ തൻ്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം എന്നീ വലിയ സംഭവങ്ങളിലൂടെ സാത്താനെയും മരണത്തെയും പാപത്തെയും തോൽപ്പിച്ച് നമ്മെ മുഴുവൻ വീണ്ടെടുത്തു, സ്വന്തമാക്കി. ഒരു രാജാവ് പോയിട്ട് തൻ്റെ മക്കളെ മുഴുവൻ പിടിച്ച്, അതായത് പണ്ടൊക്കെയുണ്ട് ചില ഈ രാജഭരണത്തെ കാലഘട്ടമൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ശത്രു സൈന്യം വന്നിട്ട് ആളുകളെ, ഈ രാജ്യത്തുള്ള കുറേ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ അടിമകളാക്കും. അപ്പോഴെന്ത് ചെയ്യും? ഈ രാജാവ് സർവശക്തിയോടും കൂടി ചെന്നിട്ട് യുദ്ധം ചെയ്തിട്ട് തൻ്റെ ആൾക്കാർ, തൻ്റെ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെ പിടിച്ചെടുത്തുകൊണ്ട് വരുന്ന സംഭവമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നമ്മെ ഓരോരുത്തരെയും തൻ്റെ കുരിശു മരണത്തിലൂടെ, രക്തം ചിന്തലിലൂടെ വീണ്ടെടുത്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് സഭ ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ രാജാവിൻ്റെ വേഷമാണ് ഇടുന്നതെങ്കിലും അവിടെ നടക്കുന്ന രക്ഷയുടെ വഴികൾ, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനത്തിൻ്റെ സംഭവങ്ങളെ സഭ അനുസ്മരിച്ചുകൊണ്ട് ഈ രാജാവ് മറ്റു രാജാക്കന്മാരെ പോലെ ഭൗതികമായ ആയുധങ്ങൾ ഉപയോഗിച്ചല്ല, നേരെ മറിച്ച് തൻ്റെ സഹനത്തിലൂടെ, തൻ്റെ സഹന പീഡാനുഭവങ്ങളിലൂടെ നമ്മെ വീണ്ടെടുത്തു, ദൈവം വീണ്ടെടുത്തു. ഇതാണ് ധ്യാനിക്കുന്നത്.
ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭൂമിയിലെ ദൈവരാജ്യമാണ് തിരുസഭ. ഇവിടെ രാജാതിരാജനായ കർത്താവ് തൻ്റെ മക്കളെ ഭരിച്ചുകൊണ്ടല്ല, ശുശ്രൂഷ വേറെ രീതിയിലാണ്. ശുശ്രൂഷയുടെ മകൻ അവിടെ കർത്താവ് തൻ്റെ നമ്മൾ വീണ്ടെടുക്കുക. ഇപ്പം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വീണ്ടെടുത്തതുപോലെയാണ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എളിയദാസനാണ്, എളിയവൻ. കഴുതപ്പുറത്ത് വന്ന രാജാതിരാജ പ്രസംഗമാണ്. കഴുതപ്പുറത്താണോ വരുന്നത്, വേറൊന്നുമില്ല. അത്ര എളിമയുള്ള രാജാവാണ് നാം. അതേപക്ഷേ സർവശക്തനായ രാജാവിൻ്റെ ഭരണത്തിൻ്റെ. അതുകൊണ്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം പറയണം, ഞാൻ ഏത് രാജാവിൻ്റെ വെറുതെ പറഞ്ഞാൽ പോരാ, ഞാൻ പക്ഷേ രാജാവിൻ്റെ വചനങ്ങൾ അനുസരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വചനം, യേശുമിശിഹായുടെ വചനം, അവൻ്റെ സ്വരം, അവൻ്റെ എല്ലാം കേൾക്കണം, അനുസരിക്കണം. അതെവിടെയാണ്, ഭൂമിയിൽ പ്രപഞ്ചത്തിൽ എവിടെയാണ് നമ്മൾ ആ രാജാവിൻ്റെ മകനായിട്ട് കഴിയുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, അവൻ നമ്മെ വീണ്ടെടുക്കും. പ്രിസലോഷ്, ഈ ഭൂമിയിൽ എവിടെ പോയി കിടന്നാലും ശരിയോ, ഞാൻ ആ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംഗമാണെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ കിടന്നാലും കർത്താവ് വന്നിട്ട് എന്നെ വീണ്ടെടുത്ത് കൊണ്ടുപോകും. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സർവ്വശക്തി. അതാണ്. അതെവിടെ കിടന്നാൽ, ഏത് ലോകത്ത് അവിടുന്ന് അവനെ വീണ്ടെടുക്കും. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. യേശു മിശിഹായുടെ നാമം ഏറ്റുപറയുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. പോരാ. ആമേൻ. 2, ഈ ദൈവരാജ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമമാണ് നമ്മളുടെ ആരാധന സമൂഹമാണത്. വിശുദ്ധ കുർബാനയിലൂടെ, സഭയുടെ പ്രാർത്ഥനയിലൂടെ, സഭയോട് ഐക്യപ്പെട്ട് എന്ത് പറയുന്നു. ചിലപ്പോൾ നമുക്കൊന്നും ചിലതൊന്നും ബുദ്ധിക്കും യുക്തിക്കൊന്നും ചേർന്നായിരിക്കാം. അത് ഒന്നാമത് വിശ്വാസസംബന്ധമായ കാര്യങ്ങൾ നമ്മൾ പോയിട്ട് നടുറോട്ടി വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന വിഷയമല്ല, ചർച്ച ചെയ്യാൻ പാടില്ല. ഇതൊരു രഹസ്യം, ആത്മീയ രഹസ്യം. അതാണ് ഇതൊരു ഇതാണ് വിശുദ്ധ രഹസ്യങ്ങളാണ്. അവർക്ക് പറഞ്ഞ വിശുദ്ധ രഹസ്യമാണ് പരികർമ്മം ചെയ്യപ്പെടുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ നോക്കി ബലിപീഠം ഇപ്പോൾ വിശുദ്ധ അല്ലെങ്കിൽ ഈ തിരശ്ശീല കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത് എന്തിനാണത്? അതിന് വേർപെട്ട നിൽക്കുന്നത്, അത് സ്വർഗത്തിൻ്റെ അടയാളമാണത്. അവിടെ ബലിപീഠമുണ്ട്, ബലിയർപ്പണമുണ്ട്. അപ്പോൾ അത് വേർപെട്ട് നിൽക്കുന്ന സംഭവമാണത്. ഭൂമിയും അത് നമ്മൾ വേർപെട്ട് നിൽക്കുന്നുണ്ട്. അത് ദൈവം നമുക്ക് തുറന്നു തരുന്ന നിമിഷങ്ങളുണ്ട് കൃപയ്ക്ക് വേണ്ടി. കൃപ തൻ്റെ മക്കളിലേക്ക്, പക്ഷേ അതൊരു അടയാളങ്ങളോട് നമുക്കത് വെളിപ്പെടുത്തി തരിക. സർവ്വമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മൾ, അതുകൊണ്ട് ഇതൊന്നും ബുദ്ധിക്കോ യുക്തിക്കോ ഒന്നും മനസ്സിലാകും, അതുകൊണ്ട് ചർച്ചയ്ക്കൊന്നും വെക്കേണ്ട വിഷയമല്ല വചനം. അതുകൊണ്ടാണ് നമ്മളെടുക്കുന്ന ദൈവവചനങ്ങളൊന്നും മറ്റുള്ളവനൊന്നും അത് വ്യാഖ്യാനിക്കാൻ അവനുള്ള അധികാരം ഇല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം വ്യാഖ്യാനിച്ചാൽ 100% തെറ്റിപ്പോകും. കാരണം ഇതൊരു മഹാരഹസ്യമാണത്. ഇത് വിശുദ്ധ രഹസ്യങ്ങളാണ്, പരികർമ്മം ചെയ്യും. അതുകൊണ്ട് യുക്തിയും ബുദ്ധിയും ഒന്നും ഉപയോഗിക്കുന്ന ആൾ. അവിടെ ഒരു എളിമയാണ്. അപ്പസ്തോലന്മാരെങ്ങനെയാണോ ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിച്ചത്, സഭയുടെ പിതാക്കന്മാരെങ്ങനെയാണ് ക്രിസ്തു രഹസ്യങ്ങളെ, ഈ സംഭവങ്ങളൊക്കെ ധ്യാനിച്ച് അതേ രീതി പോകാൻ തയ്യാറാകണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ മക്കൾ. പോരാ ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയും, ദേവാലയത്തിൽ നിങ്ങൾ ബഹുമാനിച്ചാൽ തന്നെ അനുഗ്രഹം. പള്ളിയുടെ പരിസരത്തൊക്കെ മാന്യമായിട്ട് പെരുമാറി തന്നെ അനുഗ്രഹം. ഒരു വൈദികനെ നിങ്ങൾ ബഹുമാനിച്ചാൽ നിങ്ങൾക്ക് അഭിഷേകം കിട്ടും. അതൊരു ക്രിസ്തു രഹസ്യമാണത്. ഒരു സമർപ്പിത ജീവൻ നയിക്കുന്ന വ്യക്തിയെ ബഹുമാനിച്ച് നിങ്ങൾക്ക് അഭിഷേകം കിട്ടും, അനുസരിച്ച് അഭിഷേകം കിട്ടും. അപ്പോൾ അതിന് ക്രിസ്തീയ ജീവിതത്തിന് വേറെ തലമാണത്. ആ ലോകത്തിൻ്റെ തലമല്ല, ലോകത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതാണ് നമുക്ക് പറ്റുന്ന തെറ്റ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ ചില ഹ്യൂമൻ റൈറ്റുകളുടെ ചില മാനുഷിക, അതല്ലത്, ഇത് വേറെ തലമാണിത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ സഭയിൽ അറിഞ്ഞ് സഭ എന്താണെന്ന്, ക്രിസ്തു ആരാണെന്ന്, ഈശോ മിശിഹായുടെ ചൈതന്യം മനസ്സിലാക്കണം, ദൈവവചനത്തിൻ്റെ ശക്തി അതറിയാത്തതുകൊണ്ടാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. രഹസ്യങ്ങളാണ്, ദൈവിക രഹസ്യങ്ങളാണ് പരികർമ്മം ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് മനസ്സിലാകില്ല. ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവിൻ്റെ അഭിഷേകത്തിൽ കുരിശാകൃതിയിൽ കാസയും പിലാസയും ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനം കുരിശുമരണം സഭ അനുസ്മരിക്കുക. അതിനുശേഷം താഴെ വെച്ചിട്ട് ശ്വസപ്പ് കൊണ്ട് വിശുദ്ധ വസ്ത്രം കൊണ്ടത് മൂടുമ്പോൾ അത് രഹസ്യമാണ്. ഇതൊന്നും മനുഷ്യ ബുദ്ധിയിൽ ഒതുങ്ങുന്നത്. അവിടെ നടക്കുന്നൊരു ആത്മാവിൻ്റെ ചലനം. അതുമാണ് ഇത് തുറന്നു വെക്കേണ്ടതല്ലത്. ഇത് അടച്ചു വെച്ചു. അതിനൊരു രഹസ്യമാണ്, ഇത് ആത്മീയ രഹസ്യം. അതുകൊണ്ട് ഇത് അടച്ചു വെച്ച് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. അതിൻ്റെ മനുഷ്യർക്കത് മനസ്സിലായത്. ഇതൊരു രഹസ്യങ്ങൾ, ഇതൊക്കെ അത് വേറെ തലമാണത്. അത് സഭാപിതാക്കന്മാരുടെ ആധ്യാത്മികതയുടെ ആഴങ്ങളെക്കുറിച്ച് അറിയാതെ ഇതൊരിക്കലും നമുക്ക് വേണ്ട. അല്ല, നമ്മളിപ്പോഴും ഇന്നത്തെ മുഴുവൻ യുക്തിയും ചെയ്യ ഒരു പ്രത്യേകത, അത് ആ തലമല്ല. ഇത് വേറെ, ഇത് ദൈവരാജ്യമാണ്. ഞാൻ പറഞ്ഞു ദൈവരാജ്യം, ഇതൊന്നും മനസ്സിലാക്കുന്ന ഭാഷയാണ്. അതുകൊണ്ട് ഇവിടെയല്ല ഈശോയുടെ നാമം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ആരെല്ലാം കഴിയുന്നുണ്ടോ, ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞ് ആരെല്ലാം ജപിക്കുന്നുണ്ട്, നമ്മുടെ ഏത് വിശ്വാസപ്പെട്ട വ്യക്തിയായാലും ശരി, അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ ചൈതന്യവും ക്രിസ്തുവിൻ്റെ ശക്തിയും വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ.
ഈ ഭൂമിയുടെ ഏത് മരുഭൂമിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞോട്ടെ, ഈശോയുടെ രാജ്യത്തിലെ അംഗമാണെങ്കിൽ ദൈവം തൻ്റെ മാലാഖമാരെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവൻ്റെ അടുത്തയച്ച് ദൈവം അവനെ സംരക്ഷിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ക്രിസ്തുവുമായിട്ട് ബന്ധത്തിലാണ്, എന്നും ബന്ധത്തിൽ. അതുകൊണ്ട് ആ ബന്ധത്തിലായിരുന്നു വിശ്വാസത്തിലൂടെ ബന്ധപ്പെട്ട് നിന്ന്, വിശ്വാസത്തിലൂടെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഭൂമിയുടെ ഏത് മൂഴി കിടന്നു ആ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കീഴിലാണെങ്കിൽ ആ ദൈവം തൻ്റെ സൈന്യത്തെ, തൻ്റെ മാലാഖമാരെ അയച്ച് നമുക്ക് ഓരോ നിമിഷം സമയാസമയങ്ങളിൽ നമുക്ക് സംരക്ഷണം തരും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സൂക്ഷിക്കേണ്ടത്, അറിയാതെ അറിഞ്ഞോ ലോകത്തിൻ്റെ പ്രബോധനങ്ങൾ കേട്ട് സഭയ്ക്കെതിരെ പോകരുത്, സഭയ്ക്കെതിരെ പോയേക്കരുത്. സഭയ്ക്കെതിരെയുള്ള ഒരുപാട് ശക്തികൾ ലോകത്ത് കൂടുന്നുണ്ട്. അതാണ് ദുഷ്ട. കുറച്ചേ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് തന്നെ അവർ തകർന്നു പോകുന്ന കാണാം. അത് സാവധാനം തകരുന്നത്. അങ്ങനെയാണ് ബൈബിളിൻ്റെ പ്രത്യേകത. നമുക്ക് പഴയ നിയമത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചവനാണ് ഫറവോ ഇങ്ങനെ പീഡിപ്പീര്. അപ്പോഴാണ് ദൈവം മോശ അയക്കുന്നത്. മോശ അങ്ങ് പീഡിപ്പിക്കാൻ തുടങ്ങി. ദൈവം അയക്കുന്നവനോടാണ് അവർക്ക് അരിച്ചത്. മോശ അടയാളങ്ങൾ 10 അടയാളങ്ങൾ ചെയ്തു. പക്ഷേ ഓരോ അടയാളവും അത്ഭുതവും കഴിയുമ്പോഴും അടുത്ത നിമിഷം ഫറവോയുടെ ഹൃദയം കൂടുതൽ കഠിനമാകും. മാറുന്നില്ല അവന് എന്ത് കാണിച്ചു. പക്ഷേ അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അപ്പോഴത്തേക്കും ജനം തന്നെ അസ്വസ്ഥ കാണിച്ചാൽ ദൈവം ഇത്ര ശക്തനാണ്, പിന്നെ എന്തുകൊണ്ട് ഈ ഫറവോയെ ഇല്ലാതാക്കാത്തത്, ഫറവോയെ മാറ്റാത്തതുകൊണ്ടോ? ജനം തന്നെ മോശയോട് സംശയിക്കുന്നു. മോശ ദൈവം ഇത്ര സമസ്യ ഇതങ്ങ് തീർന്നു. പക്ഷെ അവനവിടെ നിർത്തിയിരിക്കുക. അത് ദൈവത്തിൻ്റെ പദ്ധതി. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അവനവിടെ നിർത്താൻ കാരണം ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഈ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം അവൻ്റെ ഹൃദയം കഠിനമാക്കിയത്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനമായി ഈജിപ്ത് വിട്ടു പോകില്ല. അവരവിടെ തന്നെ കഴിഞ്ഞുകൂടും. അവർ ചില അതാണ് ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ക്രൈസ്തവർക്ക് പീഡനങ്ങളും സഹനങ്ങളും ദൈവം കൊടുക്കുന്നത് ഈ ഭൂമിയുമായിട്ട് നമ്മളുള്ള ബന്ധം നമ്മളെ കൊണ്ട് മുറിപ്പിക്കാൻ വേണ്ടിയാണ്. ശരിക്കും നമ്മൾ ഇട്ടേച്ചു പോകാൻ വേണ്ടിയാണ്. ലോകസുഖങ്ങൾ ഇട്ടേച്ചു പോകാൻ വേണ്ടി. ഒരുപക്ഷെ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കൂടിക്കഴിയുമ്പോൾ, നമ്മൾ കൺവെൻഷൻ കൂടിക്കഴിയുമ്പോൾ നമുക്ക് ദുരിതം വരുമ്പോൾ ശരിക്കും ഓർത്തണം, എന്തിനാണ് ദൈവം ഈ ദുഷ്ടാരൂപയെ മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഫറവോയെ എടുത്ത് മാറ്റുന്നില്ല? കാരണം മറ്റൊന്നുമില്ല, ദൈവത്തിൽ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഞാൻ ഇതിവിടം വിട്ടു പോകേണ്ട ആളാണ്. ഞാൻ ഇവിടുന്ന് തന്നെ നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളെ വാഗ്ദാത്ത ഭൂമിയിലേക്ക്, അതായത് തേനും പാലമൊഴുകുന്ന സ്വർഗീയ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാ ഈ പീഡനം അനുവദിക്കുന്നത്. കൈയടിച്ച് കത്താൻ തന്നെ പറഞ്ഞേ മക്കള്, പോരാ ഉച്ചത്തില് 2 കരം എടുത്ത് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയത് അതുകൊണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ചില ഭരണകർത്താക്കൾ, സാമൂഹ്യ നേതാക്കൾ ഓരോരുത്തരും ഭയങ്കരമായിട്ട് നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? വൈ ഗോഡ് പെർമിറ്റ്സ് ഈവിൾ? എന്തിന് ദൈവം ഇത് അനുവദിച്ചാൽ? ഇത് മറ്റൊന്നുമല്ല, നമ്മൾ ഇവിടം വിട്ടു പോകണം, നമ്മൾ യാത്ര ചെയ്യണം. നമ്മളെവിടെയോ നിന്നു പോയിട്ട് ഏതോ പാപത്തിനോ പണത്തിനോ സുഖത്തിനോ ലോകത്തിനോ പോയിട്ടുണ്ട്. ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, സുവിശേഷ വചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് നമ്മളെ നയിക്കുന്നത്, ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ പിശാസിൻ്റെ അടിമത്തം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് പിശാസിനെ ദൈവം കഠിനമാക്കുന്നത്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴാണ് അവസാനം മോശ പറഞ്ഞുണ്ട്, ദൈവം പറഞ്ഞിട്ട് മോശ ഈ പെസഹ ആചരണം, വലിയൊരു പെസഹ ആചരണം നടത്തുന്ന നമുക്കറിയാം. പെസഹ ആചരണം കഴിഞ്ഞപ്പോഴേക്കും വലിയ മിറക്കിളാണ്. പെസഹ ആചരണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേൽ ജനത്തെ അവിടെ ഈജിപ്തിൻ്റെ ആദിജാതന്മാരെല്ലാം വധിക്കപ്പെടുന്നു, ദുഷ്ടാരൂപികൾ വധിക്കപ്പെടുന്നു, അല്ല തിന്മയുടെ മേഖല ഇല്ലാതാകുന്നു. ഉടനെ തന്നെ ഈ ഫറവോ ഇസ്രായേൽ ജനത്തെ അവൻ പിടിവിട്ടുന്നു. ഉടനെ ദൈവം സർവശക്തിയോട് കൊണ്ടുപോയി ഈ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകുക. ശ്രമം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴും നമ്മളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം ചെങ്കടലിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നൊരു സംഭവം. ചെങ്കടലിൻ്റെ നടുവിൽ മുന്നിൽ വലിയ കടൽ, പുറകോട്ട് നോക്കുമ്പോൾ ഈ ശത്രു സൈന്യം വീണ്ടും വരികയാണ്. പുറകോയി. അപ്പോൾ നമ്മളൊക്കെ എന്താ ദൈവം എന്താ ഇങ്ങനെ ചെയ്തു? ഇസ്രായേൽ തന്നെ അലറുന്നുണ്ട്, മോശയുടെ തന്നെ കയർക്കുന്നുണ്ട്. മോശേ, എന്താ ഈ തിന്മ വിട്ടുപോകാത്തത്? ഞങ്ങൾക്കുള്ള പീഡനം എന്താ തീരാത്തത്? എന്താ നീ ഞങ്ങളെ കൊല്ലാനാണ് നശിപ്പിക്കാനാണ്? എന്തിനാ ഇത്? പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി. കാരണം ഇവരെ അക്കരെ ഓടിക്കാൻ, ശരിക്കും ഇവരെ പർദീസായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ദൈവം ഈ വലിയ സഹനം കൊടുക്കുന്നത്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാറ്റക്കിസ്റ്റ് ഓഫ് ദ കാത്തലിക് ചർച്ച് പറയുന്നുണ്ട്, ഈ ദുഷ്ടാരൂപികളെ ദൈവം അനുവദിക്കുന്നു എന്നതൊരു മഹാരഹസ്യമാണ്. അതുകൊണ്ടാണ് തന്നെ സ്നേഹിക്കുന്നത്, തൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റിക്കൊള്ളുമെന്നുള്ള വചനത്തിൽ സഹനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിച്ചു കൂട്ടേണ്ടത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കൾ, പോരാ ഉച്ചത്തെ ഹല്ലേലൂയാ.
ചിലപ്പോൾ നമ്മൾ നോക്കും പ്രാർത്ഥനയും ധ്യാനവും കൂട്ടും, എൻ്റെ കുടുംബത്തിൽ ഈ തകർച്ചകളും വിഷമങ്ങളൊന്നും മാറുന്നില്ലല്ലോ, എന്താ ദൈവം എന്താ ഇത് അനുവദിക്കുന്നു? വൈ ഗോഡ് പെർമിറ്റ്സ്? എന്തിനാ ദൈവം ഇത് കാണേണ്ടത്? ഇതാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, ദൈവം നിന്നെ വഴി നടത്തുകയാണ്, ദൈവം നിന്നെ നീ എവിടെയോ നീ നിൽക്കാൻ പാടില്ലാത്ത എവിടെയോ നിൽപ്പുണ്ടോ, നീ എവിടെയോ അത് ഏതോ ഈജിപ്തിൽ നിൽപ്പുണ്ടോ, നീ ഇപ്പോൾ ആയിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ ചില ബന്ധങ്ങളോ ചില സുഖങ്ങളോ അവിടെ ആയിരിക്കാൻ പാടില്ല, അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ചില മേഖലയിൽ നിന്ന് മാറിയേ പറ്റൂ. അതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നത്, ചില സ്ഥലങ്ങൾ മാറാൻ വേണ്ടിയാണ്, അവിടെ മാറാൻ വേണ്ടി. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവമാണ്. പക്ഷെ അത് ദുഷ്ടാരൂപിയുടെ പീഡനത്തെ അങ്ങനെ കാണാം, അതാണ് തെറ്റായ കാഴ്ചപ്പാടാണ്. അപ്പം അങ്ങനെ നെഗറ്റീവായ കാഴ്ചപ്പാട് അത് മാറിയിട്ട് ദൈവം നമ്മളെ നടത്തും. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇതൊന്നും നോക്കണ്ട. നമ്മൾ നോക്കേണ്ടത് നമ്മെ ദൈവരാജ്യത്തിൻ്റെ അംഗമാണ്. ഒരു കാര്യം ഉത്തരം, മാമോദീസായിലൂടെ സഭയിലേക്ക് വന്നിരിക്കുന്ന ഓരോ ആത്മാവിൻ്റെ മേൽ പരമാധികാരം ആ ആത്മാവിനല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സഭയിലെ അംഗങ്ങളായ ഓരോ ആത്മാക്കളും വീണ്ടെടുക്കുന്നത് നമ്മുടെ കർത്താവായ യേശു, അല്ലാതെ എൻ്റെയോ നിങ്ങളുടെ പരിശ്രമം കൊണ്ടല്ല, ഡൊമിനിക്കച്ചനൊന്നും ഞാനത്തെ ആരുമല്ല, വട്ടപ്പൂജ ഒന്നിനുമല്ല. കർത്താവാണ് നമ്മളെ വീണ്ടെടുക്കുന്ന രക്ഷയ്ക്ക് സ്വന്തമാക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നത് അതുകൊണ്ട് സഭയോടുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. സഭയോട് ചേർന്ന് ജീവിക്കുവാൻ തയ്യാറാകണം. കൈയടിച്ച് കർത്താവിന് വീണ്ടും നന്ദി പറഞ്ഞ മക്കൾ പോരാ, രണ്ട് കാര്യം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇസ്രായേൽ ജനത്തിന് പീഡനം കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അവരവിടെ നിന്ന് ഇറങ്ങില്ല, ഒരിക്കലും ഇറങ്ങില്ല. ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലം, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം, അങ്ങോട്ട് അവർ പോകില്ല. അവരിവിടത്തെ അതുകൊണ്ട് ചില വ്യക്തികൾ കുടുംബങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി, ചില കുടുംബങ്ങളിൽ നിന്ന് ഈജിപ്ത് പോലെയാണല്ലോ, അവിടെ മദ്യപാനം, മ്ലേച്ഛത, വ്യഭിചാരം, സ്വർഗരുതി, അശുദ്ധി, സാത്താൻ്റെ അടിമത്വം, ആ വീട് മുഴുവൻ പിശാചിൻ്റെ അടിമത്വം, അപ്പനും അമ്മയും എല്ലാം ഇങ്ങനെ അന്ധകാരത്തിൽ കഴിയുക. അതുകൊണ്ട് ദൈവം ചില സമയത്ത് സഹനം അനുവദിക്കും, ചില അസ്വസ്ഥതകളും വിഷമങ്ങളും ഇതൊക്കെ ദൈവം അനുവദിക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ അസ്വസ്ഥത പറഞ്ഞത്. പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ അസ്വസ്ഥ. അതെ, ഈ സാഹചര്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ അസ്വസ്ഥത കൂടിയത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥന ധ്യാനം കൂടിക്കഴിയുമ്പോഴായിരിക്കും അസ്വസ്ഥ. അപ്പോൾ ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങളുടെ അസ്വസ്ഥത കുറയില്ല, കൂടാനേ സാധ്യതയുള്ളൂ ഉള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അത് കൂടണമെന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥനയും. പ്രൈസ്. കാരണം എങ്കിലും നിങ്ങൾ ആരുടെ അടുക്കിലേക്ക് ഓടുകയുള്ളൂ? പറഞ്ഞേ ആരുടെ അടുക്കിലേക്ക്? ഈശോയുടെ അടുക്കൽ. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഈശോയെ നന്ദി. നിങ്ങൾ അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ കെട്ടിക്കിടക്കും, അതൊന്നും പോകാൻ വേണ്ടി. നമ്മൾ ചിലപ്പോൾ കാണും വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഒരുപാട് തകർച്ചകളും പ്രശ്നങ്ങളും. അപ്പോൾ അതെല്ലാം ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു? പ്രൈസ്. എല്ലാ ദിവസവും കർത്താവിൻ്റെ പദ്ധതി അതേ ഉള്ളൂ, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുക എന്നുള്ള കർത്താവിൻ്റെ പദ്ധതി അതാ. അതുകൊണ്ടാണ് ഈ സഹനം വരുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് ഓടുക. അത് മാത്രം ചെയ്താൽ മതി. തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മദ്യപാനം മൂലം, വ്യഭിചാരം, മ്ലേച്ഛ ജീവിതം മൂലം, രോഗങ്ങൾ മൂലം, കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ മൂലം തകർന്ന കുടുംബങ്ങൾ, വേദനിക്കുന്ന മക്കൾ, ആരോരുമില്ലാത്ത മക്കൾ, അനാഥര്, വിധവകള്, ജോലിയില്ലാത്ത മക്കള്, ജീവിതത്തിൻ്റെ ഒരുപാട് ദുഃഖങ്ങൾ കിടക്കും. എല്ലാവരും നിന്റെ മുമ്പിൽ ചേർത്ത് വെക്കുന്നു. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ശക്തിയും കരുണയും ഒഴുക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ യുവാക്കളെ സമർപ്പിക്കുന്നു, എല്ലാ യുവാക്കളെ സമർപ്പിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, പാപകരമായ ജീവിതത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കളുടെ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ പിതാക്കന്മാരോടും ഈ കൂട്ടായ്മകൾ മുഴുവൻ വൈദികരോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയത്ത് വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ രോഗശാന്തികളും വലിയ വിടുതലുകളും ഈ കൂട്ടായ്മയിൽ അങ്ങ് ഇപ്പോൾ വർഷിക്കണമേ. ഒറ്റ വിളിച്ചോ. വിശ്വസിച്ചാൽ അത്ഭുതമുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകുന്നല്ലോ ഈശോ പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് അത്ഭുതം ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ബന്ധനങ്ങളുടെ ശ്രമത്തിൽ അഴിഞ്ഞു പോട്ടെ ശ്രമത്തിൽ. In the mighty name of Jesus Christ of Nazareth, I bind and cast out all evil spirits, all the satanic powers. I bind them all in the name of Jesus Christ of Nazareth.
മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും യേശുവിൻ വചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും യേശുവിൻ വചനത്തെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം ഞാൻ നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷമോ. രണ്ടു കരമുയർത്തി ഈശോയേ, crucified, laid behind this door, you live to die, rejected and alone like a rose, trampled on the ground. You took the fall, thought of me. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധിക്കാം. Crucified, laid behind this door, you live to die, rejected and alone like a rose, trampled on the ground. You took the fall, thought of me. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തിയോട് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം.